കൊച്ചിയിൽ വീണ്ടും മഴ കനക്കുകയാണ്. നമ്മുടെ കുറേ പ്രേക്ഷകർ സന്ദേശം അയക്കുന്നുണ്ടായിരുന്നു. അതെന്തായെന്ന് നോക്കാൻ നമ്മൾ ലേബി സജീന്ദ്രനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. കളമശ്ശേരിയിൽ വെള്ളം കയറി തുടങ്ങി എന്നുള്ള ആദ്യ സൂചനകൾ വരുന്നുണ്ട്. നമുക്ക് ലേബിയോട് ചോദിക്കാം. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം തത്സമയമുണ്ട്. ലേബി, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസം മേഘവിസ്ഫോടനം, വലിയ വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് എത്തിയ സ്ഥലമാണ് കളമശ്ശേരി. ഇന്നിപ്പോൾ പെയ്തു തുടങ്ങിയോ? എന്താണ് സാഹചര്യം? സുജയ, ഇന്നും ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരി തൃക്കാക്കര ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് കുസാറ്റിന്റെ കുസാറ്റിൽ നിന്ന് തൃക്കാക്കരയിലേക്ക് പോകുന്ന ഭാഗം. ഇവിടെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം വെള്ളം കയറിയത്. ഏറ്റവും പെട്ടെന്ന് വെള്ളം കയറിയതും ഇവിടെയാണ്. ഇന്ന് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് മഴ ആരംഭിച്ചത് മുതൽ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഈ വീടുകളിലേക്കെല്ലാം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഈ ഭാഗത്തെ വീടുകളുടെ എല്ലാം അവസ്ഥ ഇതാണ്. വീടുകളിലേക്കൊക്കെ വെള്ളം ഇത് ഒന്നുകൂടി മഴ ഉറഞ്ഞു പെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീടുകളുടെ അകത്തേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീടുകളുടെ എല്ലാം ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പലരും ഇവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലീലാവതി ടീച്ചറിന്റെ വീട്ടിൽ വെള്ളം കയറിയ വാർത്തകളൊക്കെ നമ്മൾ തന്നിരുന്നല്ലോ. അത് തൊട്ടപ്പുറത്തെ ഭാഗത്താണ്. ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും ആദ്യം വെള്ളം കയറിയത്. അതിൽ കുറച്ചുകൂടി താഴെ ഭാഗമാണിത്. ഈ ഭാഗത്തേക്ക് ഇതിന് തൊട്ടടുത്ത ക്രോസ് റോഡുകളിൽ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ തന്നെ, മഴ പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ അവസ്ഥയ്ക്ക് കാത്തു നിൽക്കാതെ ആളുകൾ ഇവിടുന്ന് മാറുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും ചില വീടുകളിൽ നിന്നൊക്കെ ആളുകൾ മാറിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോകുന്നതിനൊരു തടസ്സമുണ്ട്. ഇവിടെയൊക്കെ കുഴിയുണ്ട്. ഇതൊരു വീടാണ്. ഈ വീടിന്റെ അവസ്ഥ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് കയറിയത്. ഈ വീടിനകത്തേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. സുജയ, ഏതായാലും പെരുമഴ എന്ന് തന്നെ പറയാം. ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് കളമശ്ശേരി ഭാഗത്ത് മഴ ഉറഞ്ഞു പെയ്തു തുടങ്ങിയത്. അതിനുശേഷം തോർന്നിട്ടില്ല. ആ മഴയിലാണ് പെട്ടെന്ന് തന്നെ ഈ റോഡൊക്കെ ഇന്നലെ ഇത് മുഴുവൻ വെള്ളം വലിഞ്ഞതാണ്. ഈ മഴയൊന്ന് മാറി നിന്നപ്പോഴേക്കും ഇന്ന് പകല് വെള്ളം ഇല്ലാതിരുന്ന ഭാഗമാണ്. ഇന്ന് 3 മണി മുതൽ പെയ്ത മഴയിലാണ് പെട്ടെന്ന് ഈ ഭാഗത്തേക്കെല്ലാം വെള്ളം കയറിയത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത്, അതായത് കുസാറ്റിന്റെ തെക്ക് ഭാഗത്തേക്കുള്ള റോഡാണിത്. കുസാറ്റിന്റെ തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഇത് തൃക്കാക്കരയ്ക്കുള്ള റോഡ്. ഈ ഭാഗം ഏതാണ്ട് പൂർണ്ണമായും തന്നെ മുങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. ഇതിന് 2 വശത്തുമുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നു. താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളുടെ ഉള്ളിലേക്ക് റോഡിന്റെ വശങ്ങളിലൊക്കെ കുഴി കാണും. അതിലൊന്നും പോയി ഉള്ളത് കൊണ്ട് തന്നെ മഴ കുറച്ച് നീങ്ങി നിന്നോളൂ. അവിടെയൊക്കെ കുഴി ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വീഴുന്നത് നമ്മൾ ലൈവിൽ കാണേണ്ടി വരും. സുരക്ഷിതമായി നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. വണ്ടികളൊക്കെ കടന്നു പോകുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ, പ്രത്യേകിച്ചും ഓഫീസ് വിട്ടൊക്കെ ആ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ പോകുന്ന ഒരു സമയമാണല്ലോ. സൂചനയും വേണമെങ്കിൽ പറയാം. കാര്യം ഇന്ന് ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ മുഴുവൻ വെള്ളക്കെട്ട്, കളമശ്ശേരി ഭാഗം മുഴുവൻ വെള്ളത്തിനടിയിലായി. കുസാറ്റിന്റെ ഭാഗത്താണ് കഴിഞ്ഞ ദിവസവും ഏറ്റവും അധികം മഴ രേഖപ്പെടുത്തിയത്. ഈ ഭാഗം തന്നെയാണ് ഇന്നും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. വളരെ അധികം വെള്ളക്കെട്ട് ഏതാണ്ട് എല്ലാ ഭാഗത്തും തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡുകളെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെയാണ്. റോഡെല്ലാം മുങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു. അത് തന്നെയാണ് ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയും ഏറ്റവും ആളുകൾക്ക് ദുരവസ്ഥ ഉണ്ടാക്കുന്ന കാഴ്ചയും അത് തന്നെയാണ്. ഇങ്ങോട്ടെല്ലാം വീടുകളിലേക്ക് വെള്ളം കയറി. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയത് വീടുകളിലൊക്കെ വളരെ നാശനഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ രാവിലെ തന്നെ അലി അക്ബർ ഷാ റിപ്പോർട്ട് ചെയ്തതാണ് നേരിട്ടത്. ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് വീടിനകം ക്ലീൻ ചെയ്തത്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എക്കലെല്ലാം അടിഞ്ഞ് വലിയ ദുരവസ്ഥ തന്നെ ഉണ്ടാകുന്നു വീടുകളിൽ. ആ വീടൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കും അടുത്ത മഴയായി. ക്ലീൻ ചെയ്ത വീടുകളിലേക്കെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. വലിയ ദുരിത പെയ്ത്ത് തന്നെ ആരംഭിച്ചിരിക്കുന്നു സുജയ. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് മഴ പെയ്തു തുടങ്ങിയത്. അതിനുശേഷം ഈ ഭാഗത്ത് മഴ തോർന്നിട്ടില്ല. എന്നാൽ കൊച്ചി നഗരത്തിലേക്ക് അത്ര മഴ ആയിട്ടില്ല. കളമശ്ശേരി ഭാഗത്താണ് ഇന്നും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലേബി സജീന്ദ്രനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി ഭാഗത്തൊക്കെ മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഇപ്പോൾ നമ്മുടെ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, നിങ്ങൾ ഓഫീസുകളിൽ നിന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ സുരക്ഷിതമായി വണ്ടി ഓടിച്ച് പോകണം. വഴിയിലൊക്കെ കുഴിയുണ്ട്. കുഴിയിലൊക്കെ വീഴാതെ വേണം മുന്നോട്ട് പോകാൻ.